ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ജാറിലേക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി അതേ ജാറിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ചതിന് ശേഷം ഈ റവ പൊടിച്ചെടുത്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ആ ജാറിലേക്ക് തന്നെ 2 മുട്ട പൊട്ടിച്ചത്, ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 കപ്പ് പാല്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഈ അടിച്ചെടുത്ത മിക്സിലേക്ക് തന്നെ നേരത്തെ പൊടിച്ചെടുത്ത റവയും പഞ്ചസാരയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നെയ്യ് തടവിയെടുത്ത ഗ്ലാസ്സിലേക്ക് ഈ ബാറ്റർ ഗ്ലാസിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ആവിയിൽ ഒരു 20-25 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളുമായിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.